നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറക്കും. ചിലപ്പോ നാട്ടിൽ കൂടി തലമുട്ടയടിച്ച് നടത്തും. അയ്യോ, വീടിനകത്ത് കയറി സകല സാധനങ്ങളും വലിച്ചു പുറത്തിടറോ. ആരെങ്കിലും തടയാൻ വന്നാൽ അവരെയും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഏറ്റവും ചുരുങ്ങിയത് നാളെ രാവിലെ വരെയെങ്കിലും എനിക്ക് അല്പം സമയം താ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. പറഞ്ഞത് കേട്ടില്ലടാ, ചെല്ലങ്ങോട്ട്. ഞാൻ പറയുന്നത് എന്റെ വീട്ടിന്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ കേറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാല് ഞാൻ വിട്ടു. മാറുതല്ല അങ്ങോട്ട്. അയ്യോ, എടുക്കരുതെന്ന്. വലിച്ച് താഴെ ഇടണോ എല്ലാം. കുഞ്ഞുമോനെ, ഇതിപ്പോ അയൽക്കാരെല്ലാം അറിയും. എന്റെ മാനം പോകുന്ന കാര്യ. നാളെ രാവിലെ വരെയല്ലേ ഞാൻ അല്പം സമയം ചോദിക്കുന്നുള്ളൂ. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കിക്കോളാം. മാറി നിൽക്ക് തിരുമേനി. കുഞ്ഞുമോനും പിള്ളേരും തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഇല്ല. പിന്നെ കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണേലേ തിരുമേനി എല്ലാവരെയും കൂട്ടി അയൽവക്കത്തെങ്ങാനും പോയിരുന്നോ. എന്നിട്ട് എല്ലാം കഴിയുമ്പോ ഞാൻ പറയാം, എടുക്കാനുള്ളത് എടുക്കുകയും ചെയ്യാം. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ, പറ്റിപ്പോയി. ഇത് കണ്ടു നിന്നാ നമ്മുടെ ചങ്ക് പൊട്ടി ചത്തുപോകും. നമുക്ക് അമ്പലത്തിൽ ചെന്നിരിക്കാം. നമുക്ക് ചെന്ന് സങ്കടം പറയാൻ അവിടെ മാത്രമല്ലേ ഉള്ളൂ. അമ്മ വാ. ഇതിനൊക്കെ കാരണം ഇവള് ഒരുത്തിയാ. ഇവളുടെ നശിച്ച കല്യാണത്തിന് വേണ്ടിയാ ഈ വാങ്ങിക്കൂട്ടിയത് മുഴുവൻ. ഈ നേരത്തെങ്കിലും ഇവളെ കുറ്റം പറയാതിരിക്കമ്മേ. വാങ്ങിച്ച പണം ചെലവാക്കിയത് ഞാനാ. അതിന് ഇവളെന്ത് പഴിച്ചു? വരുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ അമ്പലത്തിലുണ്ടാവും. സാധനങ്ങളെല്ലാം പുറത്തു വെച്ചിട്ട് പോയിക്കോ. രാവിലെ എങ്ങാനും ഞങ്ങൾ വന്നെടുത്തോളാം. പോയി അങ്ങോട്ട്. അയ്യോ, എന്റെ വീട്, എന്റെ ദൈവമേ. മുതലാളി, അങ്ങനെ അമ്പലത്തിലെ പൂജാരിയാ. രാത്രിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരുമോ? വരുന്നവർ വരട്ടടാ. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യേ. പോയേ ചെല്ലേ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും പോണം. വെളുത്തു കഴിഞ്ഞാ നാട്ടുകാരുടെ ചോദ്യങ്ങൾ മാത്രമായിരിക്കും. ദേവേട്ടാ, ഇക്കാര്യം കണിമംഗലത്തെങ്ങാനും അറിഞ്ഞാ കുഴപ്പാ. പ്രിയങ്കയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി, മോളെന്താ ആലോചിക്കുന്നത്? ദൈവത്തിനോട് പറയാൻ തന്നെ അച്ഛാ. വാ. നിങ്ങളാണോ കുഞ്ഞുമോൻ? അതെ, ആരാണാവോ? ദേവനാരായണ തിരുമേനി നിങ്ങൾക്ക് എത്ര പണമോ തരാനുള്ളത്? അതിന്റെ കണക്ക് ഞാൻ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
പോരാ, ഞങ്ങൾ ആ കടം തീർക്കാനാ വന്നത്. തിരുമേനി എത്ര പണോ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചത്? 10 ലക്ഷം. മുടക്കം വരുത്തിയ പലിശയും അതിന്റെ പിഴയും ചേർത്ത് ഒരു 35,000 രൂപ വേറെയും. എല്ലാം കൂടെ കേട്ടിട്ട് നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറയാൻ വേണ്ടിയാണോ? പണം ഞാൻ ഇപ്പൊ തന്നെ തരാം. ആ പണം എടുത്തു കൊടുക്ക. പിന്നെ മിസ്റ്റർ കുഞ്ഞുമോൻ, ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് കണ്ണിച്ചോരയില്ലാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷേ 1-2 ദിവസം വൈകിയതിന്റെ പേരിൽ ഇങ്ങനൊരു ക്രൂരത ചെയ്യുന്ന ആള് നിങ്ങൾ മാത്രമായിരിക്കും. മുഖം കാണാത്തത് കൊണ്ട് ആളാരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ കുഞ്ഞുമോനെ ബിസിനസ് പഠിപ്പിക്കരുത്. പണം ഇരുന്ന് വാങ്ങുന്നവനെ മാത്രമല്ല, പണം കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നവനെയും കുഞ്ഞുമോൻ അറിയാം. ദാ, ദേവി, ഇതൊന്ന് പിടിക്ക്. ആധാരം തിരുമേനിക്കാണോ തിരിച്ചു കൊടുക്കേണ്ടത്, അതോ നിങ്ങളുടെ കയ്യിലാണോ തരേണ്ടത്? ഇപ്പോ ഇടപാട് നമ്മൾ തമ്മിലല്ലേ, അതുകൊണ്ട് എന്റെ കയ്യിൽ തന്നേക്കും. തന്റെ പണിക്കാരോട് പുറത്തെടുത്ത് വെച്ച സാധനങ്ങൾ മുഴുവൻ തിരിച്ചെടുത്ത് വെക്കാൻ പറയും. എന്താടോ പറഞ്ഞത് കേട്ടില്ലേ? എല്ലായിടത്തും അകത്ത് വയ്ക്കണേ. താൻ ആരെയാണ് ഇവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടെന്നറിയോ? ആ മനുഷ്യന്റെയും ഈ കുടുംബത്തിന്റെയും വലിപ്പം എന്താണെന്നറിയോ? ഒരുത്തന്റെയും വലിപ്പം എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വീട്ടിൽ നിന്ന് ഇറക്കും. ചിലപ്പോ നാട്ടിൽ കൂടി തലമുട്ടയടിച്ച് നടത്തും. അയ്യോ, ഇങ്ങോട്ട് ഇറങ്ങിയ നീയൊക്കെ വിവരം അറിയും. വണ്ടി എടുത്ത് പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. മിസ്റ്റർ കുഞ്ഞുമോൻ, ഗുണ്ടായിസം കാണിക്കാൻ എളുപ്പമാണ്. ആ നിൽക്കുന്നവര് താൻ പണം കൊടുത്താൽ എന്തും ചെയ്യും. പക്ഷേ ഈ നിൽക്കുന്നവരുണ്ടല്ലോ, എന്റെ മനസ്സറിഞ്ഞ് എന്തും ചെയ്തു കളയും. അവർക്ക് പണത്തിന്റെ ആവശ്യമില്ല. എന്താണ്, അവരോടൊന്ന് മുട്ടി നോക്കുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.